ആശീർവാദ സിനിമാസിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. മോഹൻലാൽ ആശീർവാദ സിനിമ കൂട്ടുകെട്ടും ഏവർക്കും പ്രിയപ്പെട്ടതുമാണ്. ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത് 1958 ലാലേട്ടന്റെ വിവാഹത്തിനാണ്. കടുത്ത മോഹൻലാൽ ആരാധകനായ ആന്റണി പെരുമ്പാവൂർ പിന്നീട് മോഹൻലാലിനെ നായകനാക്കി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. മോഹൻലാൽ എന്ന നടന്റെ കഴിവിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആശീർവാദ സിനിമാസ് തന്നെയായിരിക്കും. 2000 മോഹൻലാൽ നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹമാണ് ആശീർവാദ സിനിമാസിന്റെ ആദ്യ നിർമ്മാണ സംരംഭം. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി ആശീർവാദ സിനിമാസ് 30-ലധികം മലയാള ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രാവണപ്രഭു, നരൻ, രസതന്ത്രം, ദൃശ്യം, ഒപ്പം, ലൂസിഫർ, നേര് എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. നിരവധി ഹിറ്റുകൾ നിർമ്മിച്ച് ആശീർവാദ സിനിമാസ് ഇതിനോടകം നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ സിനിമാസ്. 2009 മുതൽ സിനിമാ വിതരണത്തിനായി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് സ്ഥാപിച്ച വിതരണ കമ്പനിയായ മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സുമായി കമ്പനി സഹകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായി മാറിയ ആശീർവാദ സിനിമാസിന്റെ 25ാം വാർഷികാഘോഷം കൊച്ചിയിൽ നടത്തുകയാണ്. 26-നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആശീർവാദിന്റെ മെഗാ പ്രൊജക്റ്റായ എമ്പുരാന്റെ ടീസർ വൈകിട്ട് 7-ന് റിലീസ് ചെയ്യും. മോഹൻലാലും പൃഥ്വിരാജും കൂടെ മമ്മൂട്ടിയും ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും സജീവവും മുൻനിര പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണിത്. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഒരു ഫിലിം ഫെയർ അവാർഡ് സൗത്ത് എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ ആശീർവാദ സിനിമാസിന് ലഭിച്ചിട്ടുണ്ട്. 2019 ആശീർവാദ സിനിമാസ് ഹോങ്കോങ്ങിൽ ഹെറ്റിയാൻ ആശീർവാദ സിനിമാസ് എന്ന പേരിൽ ഓഫീസ് തുറക്കുകയും ചൈനയിൽ സിനിമകൾ സഹനിർമ്മാണത്തിനും വിതരണം ചെയ്യുന്നതിനുമായി ഒരു ചൈനീസ് ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ മോളിവുഡിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ സിനിമാസ്. ഒടിയൻ, ലൂസിഫർ, മരക്കാർ അറബിക്കടലിന്റെ സിംഹം, ബെറോസ് തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളും ഈ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. 1993 പുറത്തിറങ്ങിയ ദേവാസുരത്തിന്റെ തുടർച്ചയായ 2001 ആക്ഷൻ ഡ്രാമ ചിത്രമായ രാവണപ്രഭു ആയിരുന്നു കമ്പനിയുടെ 2ാമത്തെ ചിത്രം. ഈ ചിത്രം ജനപ്രിയ അപ്പീലും സൗന്ദര്യാത്മക മൂല്യവുമുള്ള മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയിരുന്നു.